ഫസ്റ്റ് ഡേ ഇൻ ഊട്ടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഇതായിരുന്നു നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു നൈറ്റ് വ്യൂ. എന്നിട്ട് ഞങ്ങൾ രാത്രി ഊട്ടിയിൽ സ്ഥലങ്ങളൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സിറ്റിയിലെ ക്രൗഡും അവിടെ ഉണ്ടായിരുന്ന ഒരു ക്ലോക്ക് ടവറൊക്കെ ആയിരുന്നു ഇത്. അത് കഴിഞ്ഞ് നമ്മളൊരു മാർക്കറ്റ് വിസിറ്റ് ചെയ്യാൻ പോയി. UMC മാർക്കറ്റ് എന്നാണ് അതിൻ്റെ പേരുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ലോഗോയിൽ തന്നെ ചൈൽഡ് മാരേജിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്ററാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കുഞ്ഞൊരു എൻട്രൻസ് ആണ്. പക്ഷെ ആ എൻട്രൻസ് കഴിഞ്ഞ് നമ്മൾ എൻ്റർ ചെയ്യണ സമയത്ത് നമുക്ക് കുറേ കടകളുള്ള, അതും ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് സൈഡിലും കടകൾ നിറഞ്ഞ് ഇങ്ങനെ സ്മോൾ വഴിയായിട്ട് അതൊരു വലിയ മാർക്കറ്റ് തന്നെയാണ് കേട്ടോ. വെജിറ്റബിൾസ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ഡ്രസ് മെറ്റീരിയൽസ് ഉണ്ട്, ചപ്പൽസ് ഉണ്ട്, ബാഗ്സ് ഉണ്ട്, അങ്ങനെ എല്ലാവിധ കാര്യങ്ങളുള്ള ഒരു മാർക്കറ്റ് തന്നെയായിരുന്നു ഈ UMC മാർക്കറ്റ് എന്ന് പറയണത്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഓരോ കുഞ്ഞു കടകളൊക്കെ അവിടുത്തെ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള വല്ല വെജിറ്റബിൾസ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ എല്ലാ ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു പാസേജിൽ കൂടെ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞു ലൈനായിട്ട് നിറച്ചിങ്ങനെ ചെറിയ കടകൾ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വൈറ്റ് കളറ് ഗാർലിക്കാണ് കിട്ടുക. അവിടെ ഒരു മണ്ണിൻ്റെ കളറുള്ള ഗാർലിക്കാണ് ഉണ്ടായിരുന്നത്. പിന്നെ കുഞ്ഞു ക്യാബേജ് ഉണ്ടായിരുന്നു, റാഡിഷ് ഉണ്ടായിരുന്നു, അങ്ങനത്തെയൊക്കെ സാധനങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഊട്ടിക്കോട് ഇങ്ങനെ നടക്കാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മൾ പറ്റിയ ആ ഒരു പാത്തിൽ തന്നെ കാണുന്നത് നമ്മുടെ കുറേ പശുക്കൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കണ ഒരു പൊസിഷനായിരുന്നു. പിന്നെ ക്രൗഡ് കൂടുതലുള്ളത് ഒരു ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ബ്ലോക്ക് പറയണതും അവിടെ ഭയങ്കര കൂടുതൽ തന്നെയായിരുന്നു. ഫുൾ വണ്ടിയും ഏത് സമയത്തും അവിടെ അങ്ങനെ ഒരു ബ്ലോക്കിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്നുള്ള കുഞ്ഞൊരു ടെമ്പിളിൻ്റെ ഒരു വ്യൂ ആണിത്. വിഷ്ണുവിൻ്റെ സ്റ്റാച്ചു ആണ് അതിലുണ്ടായിരുന്നു തോന്നുന്നു. വിഷ്ണു കിടക്കുമ്പോൾ രണ്ട് ഭാര്യമാർ അപ്പുറത്ത് ഇരിക്കുന്ന ആ ഒരു സ്റ്റാച്ചു ആണ് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ രാത്രി ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടാണ് ഫുഡ് കഴിച്ചത്. ഇവിടെ മെയിനായിട്ട് സ്വിഗ്ഗി സൊമാറ്റോ വെച്ചിട്ട് പീപ്പിൾസ് ഓർഡർ ചെയ്യുക ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനുള്ള ടേസ്റ്റിന് റിവ്യൂ ഒക്കെ നോക്കി കറസ്പോണ്ടിങ് ഫുഡ് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഊട്ടിയുടെ മോർണിംഗ് വ്യൂ ആണ് ഇത്. നമ്മുടെ ഒരു സ്റ്റേ ഹോമിൽ നിന്ന് ഉണ്ടായിരുന്ന മോർണിംഗ് വ്യൂ ആണിത്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ചെറിയൊരു ഊഞ്ഞാൽ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർ അതിന് ആടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ നിന്ന് തന്നെ നമുക്കൊരു ബസ് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കാണിക്കുന്ന ഡിഫറെൻറ്റ് സ്പോട്ടിലേക്കാണ് ഞങ്ങൾ ട്രാവൽ ചെയ്തത്. ഫസ്റ്റ് തന്നെ നമ്മൾ പോയത് ഒരു ഗോൾഫ് ക്ലബ്ബ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഗോൾഫ് നടക്കണ ആ ഒരു ഏരിയയാണിത്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറാനൊന്നും പറ്റില്ല. ജസ്റ്റ് നമുക്ക് അവരുടെ ആ ഒരു ഗോൾഫ് ഗ്രൗണ്ടൊക്കെ പുറത്തുനിന്ന് ജസ്റ്റ് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഹോഴ്സസൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയത് പൈൻ ഫോറസ്റ്റ് കാണാനാണ്. പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 30 റുപ്പീസ് ഓരോരുത്തർക്കും എൻട്രി ചാർജ് ഉണ്ട്. അവിടെ അതിന് ഭയങ്കര ക്യൂ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു സ്റ്റീപ്പായിട്ടുള്ള ഒരു ഇറക്കമാണ്. ഈ ഫോറസ്റ്റ് ഇങ്ങനെ സ്റ്റീപ്പ് ഇറക്കത്തിലായിരുന്നു. അപ്പോൾ ആ ഒരു ഇറക്കം ഫുള്ള് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു സ്റ്റീപ്പ് ഇറക്കം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ലേക്കിൻ്റെ ഒരു വ്യൂ കിട്ടും. അപ്പോൾ നമ്മൾ ആ ലേക്കിൻ്റെ അവിടെ പോവാം എന്നൊക്കെ പറഞ്ഞ് നല്ല ഇൻട്രസ്റ്റിൽ ഈ ഒരു ഇറക്കമൊക്കെ ഇറങ്ങി വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലേക്കിൻ്റെ അവിടെ പോയി. ലേക്കിൻ്റെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ലേക്കിൻ്റെ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ലേക്ക് കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ ബസ്സിൽ നിന്ന് കോൾ വന്നു, നിങ്ങൾക്ക് ഉള്ള ടൈം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ ആ ഒരു സ്റ്റീപ്പ് ഫുള്ള് കയറി ഉണ്ടാക്കി ബസ്സിലെത്തുമ്പോഴേക്കും നമുക്ക് ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഏതൊരു ഡാം കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. അവിടെ നമ്മൾ ഇറങ്ങിയില്ല. പിന്നെ പോയത് നമ്മൾ ഈ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ടുള്ള ഈ ഒരു മെഡോ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടെ നമുക്ക് എൻട്രൻസ് ഫീസ് ഉണ്ട്. ആൻഡ് ഈ മെഡോയുടെ ടോപ്പിൽ പോയാലാണ് നമുക്ക് നല്ല വ്യൂവും കിട്ടുക. നമ്മൾ നേരത്തെ ഒരു കയറ്റം കയറി ക്ഷീണിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കയറ്റം നമ്മൾ റിസ്ക് എടുത്തില്ല. കാരണം ഹാഫ് ആൻ അവർ ടൈമിൽ നമ്മൾ പിള്ളേരും വെച്ചത് കയറി വരുന്നത് എളുപ്പമില്ലാത്ത കാരണം കൊണ്ട് ഞങ്ങൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഈ ഒരു വാട്ടർഫാൾ കാണാനാണ് ഡാം കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. ഈ ഡാമിൻ്റെയും നമുക്ക് ഉള്ളിലേക്ക് കയറാനൊന്നും പറ്റില്ല. ജസ്റ്റ് ഈ ഒരു സ്പോട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ മാത്രമേ തന്നെ പറ്റിയിട്ടുള്ളൂ.
പിന്നെ നമ്മൾ പൈക്കാര വാട്ടർഫോൾസ് കാണാനാണ് പോയത്. അപ്പോൾ നേരത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നടക്കണ കാര്യം വേണ്ടാന്ന് വിചാരിച്ച് അവർ പ്രൊവൈഡ് ചെയ്യണ ഈ ഒരു വെഹിക്കിളിലാണ് നമ്മൾ കുറച്ച് ദൂരം പോയത്. എന്നാലും നമുക്ക് അവിടെ ചെന്ന് ആ ഒരു വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടും കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ നടക്കണം. പക്ഷേ റിട്ടേൺ വന്ന് നമ്മൾക്ക് ആ ഒരു ടൈം കീപ്പ് ചെയ്യണമല്ലോ. അത് കാരണം കൊണ്ട് നമ്മൾ വേഗം അവിടെ ചെന്നു. അത് കഴിഞ്ഞ് ഈ വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ അത് കുഞ്ഞൊരു വാട്ടർഫോളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ ആ ഒരു വാട്ടർഫോൾ ആ ഒരു ആംബിയൻസിൽ അവിടെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം നോക്കി നിൽക്കണം എന്നൊക്കെ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും നമുക്ക് സമയം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ ചെന്ന് ജസ്റ്റ് അതൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് 2 ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ റിട്ടേൺ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ട്രിപ്പ് പോണ സമയത്ത് ഇങ്ങനെ ഒരു വണ്ടിയിൽ പോണ സമയത്ത് അവർ ഒരു ടൈം ഗ്യാപ്പ് പറയുമ്പോൾ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ പോയിൻ്റ് കണ്ട് തിരിച്ചു വരണം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വയസ്സായവരും പിള്ളേരും ഉള്ളവർക്കാണ് അത് ബുദ്ധിമുട്ടാവുക. കുറച്ച് യങ് ആയവർക്ക് അത്ര ഫീൽ ചെയ്യില്ല. പക്ഷെ നമുക്ക് പിള്ളേരെയും കൊണ്ട് കയറണം അല്ലെങ്കിൽ വയസ്സായ നമ്മൾ കയറണം എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അവിടെ നിന്ന് നമ്മൾ പോയത് ഒരു ടൈഗർ റിസർവ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അവിടേക്കുള്ള പാത്ത് എന്ന് പറയുന്നതാണിത്. നമ്മുടെ പൈൻ കാടുകളും എൻ്റെ ഇടയിൽ നല്ല വ്യൂസായിരുന്നു. നീലഗിരിയുടെ ഫുൾ വ്യൂ നമുക്ക് ആ പോണ വഴിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഉച്ചയ്ക്കാണ് നമ്മൾ പോയത്. നമ്മൾ അവിടെ എത്തിയപ്പോൾ ഒരു 4 മണിയുടെ അത്രയും ടൈം ആയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ആ ഒരു കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറണ ഒരു പാസേജ് എന്ന് പറയുന്നത്. നമ്മൾ തിക്ക് ഫോറസ്റ്റ് എന്ന് പറയണ പോലെയൊന്നുമല്ല, ഫോറസ്റ്റാണ്. എന്നാലും നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമാണ്, സ്റ്റീപ്പായിട്ടുള്ള സ്ഥലമൊന്നുമല്ല. കുറ്റിക്കാടുകളൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ കാട്ടുമൃഗങ്ങളുടെ ഇടയിൽ കൂടെ തന്നെയാണ് പാസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് പോണ വഴിയിൽ ആനകളെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ മാനുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ പോത്ത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പന്നീനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പലതിനും നമുക്ക് ഈ ഒരു പോണ വഴിയിൽ കാണാൻ പറ്റും. അപ്പോൾ അവരവിടെ ഒരു പ്രിക്വേഷൻ എഴുതിയിട്ടുള്ളത് എന്താ വെച്ചാൽ ഡു നോട്ട് സ്റ്റോപ്പ് ദ വെഹിക്കിൾ എന്നാണ്. വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ആൻഡ് ഡു നോട്ട് ലെറ്റ് ഔട്ട് ഓഫ് ദ വെഹിക്കിൾ എന്നാണ്. വെഹിക്കിളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാനും പാടില്ലായിരുന്നു. അത് നമ്മുടെ ബസ് ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു 4 വീലർ ജീപ്പിലാണ് ട്രാവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു റൈഡ് എന്ന് പറയുന്നത് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു റോളർ കോസ്റ്റർ റൈഡ് എങ്ങനെയാണ് പോണേ ആ ഒരു ഫീലിംഗ് തന്നെ നമുക്ക് ആ ഒരു റൈഡിൽ പോകുമ്പോഴും ഉണ്ടായിരുന്നു. ആ പോണ വഴിയിലും നമുക്ക് കുറേ മാന് അങ്ങനത്തെ സാധനങ്ങൾ കാട്ടിൽക്കൂടെ തന്നെയാണല്ലോ പോണത്. അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വ്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു മലയുടെ മുകളിൽ പോയിട്ട് ഫുൾ ആ കാടിൻ്റെ വ്യൂവും നീലഗിരിയുടെ വ്യൂവാണ് നമുക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നത്. ആ മലയുടെ മുകളിൽ ഒരു ടെമ്പിൾ അങ്ങോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ജസ്റ്റ് ഒരു കുന്നാണ്, അതിൻ്റെ ചുറ്റും നമുക്കൊരു ഐലൻഡ് പോലെ തന്നെയാണ് ഈ കുന്ന് നിൽക്കുന്നത്. അതിൻ്റെ ചുറ്റുമാണ് നമുക്ക് നമ്മുടെ ഈ ടൈഗർ റിസർവിൻ്റെ ഫോറസ്റ്റ് ഉള്ളത്. അതിൻ്റെ ബാക്കിലാണ് നമ്മുടെ നീലഗിരിയുടെ മൗണ്ടൻ വരുന്നത്. നീലഗിരി മൗണ്ടനാണ് നമ്മൾ അതിൻ്റെ ബാക്കിൽ കാണുന്നത്. ആകാശവും മലയും മുട്ടി കടലും ആകാശവും ഒന്നായി നിൽക്കണമെന്ന് പറഞ്ഞ പോലെ തന്നെ കാടും ആകാശവും ഒന്നായി നിൽക്കുന്ന വ്യൂ ആണ് നമുക്ക് ഈ ഒരു പോർഷനിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നത്. നല്ല വ്യൂ പോയിൻ്റ് ആയിരുന്നു. നല്ല ഭംഗിയുള്ള ഫോട്ടോസൊക്കെ നമുക്ക് അവിടെ നിന്ന് എടുക്കാനായിട്ട് പറ്റും. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഈ ഒരു ജീപ്പ് പോണതാണ് നമ്മൾ പോവേണ്ട വഴി. അപ്പോൾ നമുക്ക് ആ വഴിയുടെ ഒരു സ്ട്രക്ചർ കണ്ടാൽ തന്നെ അറിയാം ആ ഒരു ജീപ്പ് എങ്ങനെയാണ് പോണതെന്ന്. ഫുൾ ഇളകി മറിഞ്ഞൊക്കെയാണ് ആ ഒരു ജീപ്പ് പോണത്. അപ്പോൾ നമ്മൾ പോണ ആ ഒരു വണ്ടിയും ഇതേപോലെ തന്നെയായിരുന്നു. അപ്പോൾ ഐൻസ്റ്റീന ബാക്കിലായിരുന്നു ഫസ്റ്റ് ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു കുട്ടീനെ ഫ്രണ്ടിൽ ഇരുത്തുന്നതായിരിക്കും നല്ലത്, കാരണം ഈ ജീപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകണ സമയത്ത് ഇങ്ങനെ കയ്യിൽ നിന്ന് തെറിച്ച് പോകാനുള്ള ചാൻസ് ഉള്ള കാരണം കൊണ്ട് നന്നായി പിടിച്ച് ഫ്രണ്ടിൽ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. ബാക്കിൽ അങ്ങനെ ഐൻസ്റ്റീനേനും പിടിച്ച് ഫ്രണ്ടിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നിന്നാണ് നമ്മൾ ഒരു തിക്ക് ഫോറസ്റ്റിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ അവരൊരു ജംഗിൾ ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയത്. അപ്പോൾ ആ ജംഗിൾ ഡ്രൈവിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയായാലും എന്തെങ്കിലും ഒരു വൈൽഡ് ആനിമലിനെ കാണാൻ പറ്റും എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
പിന്നെ ഈ ഒരു ടോപ്പ് വ്യൂവിൽ തന്നെ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനത്തെ ബെഞ്ചസും ഡെസ്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോരോ സ്പോട്ട് വ്യൂ പോയിൻ്റ് ഉള്ളത് അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കാൻ പറ്റിയിട്ടുള്ള സ്പോട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ജംഗിൾ സഫാരി നമ്മൾ ഭയങ്കര ആകാംക്ഷയോടെയാണ് ഏതൊക്കെ മൃഗങ്ങളെ തന്നെയാണ് കാണാൻ പറ്റുക എന്നുള്ള ഒരാകാംക്ഷയിലാണ് ഫുള്ള്. നമ്മൾ അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡും നോക്കിക്കൊണ്ടേ പോവുമായിരുന്നു. അത് നമ്മൾ ജസ്റ്റ് കണ്ടുപിടിച്ച ഒരു മൃഗമാണ് ഈ മ്ലാവ്. പക്ഷെ ഇവർക്കൊന്നും ഒരു പേടിയുമില്ല. വണ്ടി പോവുകയാണെന്ന് വെച്ചാലും അവർ നമ്മളെ സുഖമായി നോക്കി നിന്ന് അവരവരുടെ ഡ്യൂട്ടീസ് വീണ്ടും കണ്ടിന്യൂ ചെയ്യണ പോലെ തന്നെയാണ് അവരവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഇവരുടെ ഒരു നാടകമാണോ ഇല്ലേന്ന് അറിയില്ല. നമ്മളിങ്ങനെ ഈ ഒരു മ്ലാവിനെ കണ്ട് ഇങ്ങനെ മൂവ് ചെയ്യണതിൻ്റെ ഇടയിൽ ഒരാൾ വന്ന് പറഞ്ഞു അവിടെ പുലി നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു പുലിയെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഫാസ്റ്റിലൊക്കെ പോയി. ചെന്ന് നോക്കിയപ്പോൾ അതൊരു ചെക്ക് പോസ്റ്റാണ്. അവിടെ നിറച്ച ആൾക്കാരുണ്ട്. പുലിയൊന്നുമില്ല. അവർ പറഞ്ഞു അപ്പോഴേക്കും പുലി അവിടെ നിന്ന് പോയി എന്നൊക്കെ. അത് സത്യമാണോ നുണയാണോ എന്നറിയില്ല. അങ്ങനെ പുലീനൊന്നും ഞങ്ങൾ കണ്ടില്ല. ജസ്റ്റ് അവരിങ്ങനെ പറയണ കേട്ടോ അവിടെ പുലി വന്നിട്ടുണ്ട്. ഞങ്ങൾ പുലിനെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഫാസ്റ്റിൽ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഫാസ്റ്റിലൊരു ഡ്രൈവ്. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഈ ചോലയിലാണ് മെയിനായിട്ട് മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വരണേന്നാണ് അവർ പറഞ്ഞത്. സോ നമുക്ക് അവിടെ നിന്നാണ് ഈ മൃഗങ്ങളെ കാണാൻ പറ്റുകയെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊരു 4 മണിക്കായിട്ടാണ് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തത്. സോ റിട്ടേൺ വരണ സമയം ആയപ്പോഴേക്കും ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നൈറ്റ് വ്യൂ പോലെ ആയി. ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ നമുക്ക് ഉള്ളിൽ ചെറിയൊരു ഭയമൊക്കെ ഉണ്ട്. കാടാണ്, നിറച്ച് മൃഗങ്ങളും ഉണ്ട്. അങ്ങനെ ഇരുട്ടും കൂടി ആയപ്പോൾ നമ്മൾ പിന്നെ ഏകദേശം നമ്മളിനി അധികം നിൽക്കണ്ട, വേഗം പോകാമെന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു ജീപ്പിലാണല്ലോ പോയിട്ടുണ്ടായിരുന്നത്. ജീപ്പിൽ നിന്ന് നമ്മളതിനെ വേറൊരു ലൊക്കേഷനിലാണ് തിരിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്ന ബസ് ആ ലൊക്കേഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്നു, കടലിൽ സൂര്യൻ അസ്തമിക്കുന്നതിനെ പോലെ തന്നെ മലയുടെ അടിയിൽ സൂര്യൻ അസ്തമിക്കുന്നു പറയണതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഈ കാട്ടിൽക്കൂടെ അത്യാവശ്യം ഇനിയും എന്തെങ്കിലും മൃഗങ്ങളെ കാണുമോ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് മെല്ലെ മെല്ലെ റൈഡ് ചെയ്ത് 2 സൈഡും നോക്കി എന്തെങ്കിലും മൃഗങ്ങളെ കാണാനുണ്ടോ എന്ന് വെരിഫൈ ചെയ്തുകൊണ്ട് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചിവിടെ എത്തിയപ്പോഴേക്കും നല്ലോണം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി എടുത്ത് പോരണ വഴിക്കും നമുക്ക് 2 സൈഡിലും ഇങ്ങനെ കാട്ടാനകളൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവൻ നമ്മളവരെ ഡിസ്റ്റർബ് ഒന്നും ചെയ്യണില്ല. അവർ ജസ്റ്റ് അവിടെ നിന്ന് നോക്കി അവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കും, അവരവിടെ തന്നെ നിൽക്കും. പിന്നെ കാട്ടുപന്നിയൊക്കെ കണ്ടപ്പോൾ ഓടി റോഡ് ക്രോസ് ചെയ്യാൻ വരണ ആളായിരുന്നു. ജസ്റ്റ് റിവേഴ്സ് പോയി ആ ഒരു മുദ്ദയുടെ ഉള്ളിൽ നിന്നു. അത് കഴിഞ്ഞ് നമ്മൾ പോണ വരെ അവളെ നോക്കി നിന്നു. നമ്മൾ ജസ്റ്റ് പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ്റെ വേ കണ്ടിന്യൂ ചെയ്തു. മാനൊക്കെ ഒരു പേടിയുമില്ല. നമ്മുടെ നാട്ടിലെ ആടും പശുവൊക്കെ നിൽക്കണ പോലെ തന്നെയാണ് അവരവിടെ നിന്നിട്ട് പുല്ല് തിന്നണത്. അവർക്കൊന്നും ഒരു പേടിയുമില്ല ആൾക്കാർ പോണതൊന്നും. നമ്മളാണ് അവരെ പേടിക്കണത് എന്ന് തോന്നുന്നു. അങ്ങനെ അവരുടെ ആവാസ വ്യവസ്ഥയിൽ അവർ സ്വയം കാര്യങ്ങൾ ചെയ്യുകയാണ്. അവർ ഇൻ്റർഫിയർ ചെയ്യണില്ല. അവർ നമ്മളെക്കുറിച്ച് ബോധേഡാവണമില്ല. അങ്ങനെ അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ കാട്ടിൽക്കൂടെ ഉള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.